ഈശോയുടെ രക്ഷാകര യാത്രയിൽ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ ഗുരുത്വരങ്ങളുമായി ദേവാലയത്തിലേക്കും ജെറുസലേമിൽ ഈശോ നടത്തിയ പരിശുദ്ധ ബലിയെയാണ് അനുസ്മരിക്കുക. കർത്താവിന്റെ ബലിയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങളെയൊക്കെ ഈശോയുടെ ബലിയോട് ചേർത്ത് വയ്ക്കാം. ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ ജോലിയിലെത്തിക്കുന്നതിന് വേണ്ടി ഷിന്ന ജോസഫ് നിയോഗം സമർപ്പിക്കുന്നുണ്ട്. അവരെയും നമുക്ക് ഈ ബലിയിൽ ഓർക്കാം. നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെയും ഈശോയുടെ ബലിയോട് ചേർത്ത് വയ്ക്കാം. ഏറ്റവും പരിശുദ്ധമായ ബലി കർത്താവിനെ അർപ്പിക്കാം. വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അനുഗ്രഹത്തിനും കരുണയ്ക്കുമായി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നിയോഗങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ബലി ഒന്നു ചേർന്ന് നമ്മുടെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കും. I'm
നിന്റെ സഹനത്തിലും മരണത്തിലും ഉദ്ധാനത്തിലും പങ്കുചേർന്ന് ഈ പ്രസഹാരഹസ്യങ്ങൾ അനുഷ്ഠിക്കുവാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് ഒഴിഞ്ഞൊഴി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ എല്ലാത്തിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ സേനകളെ ഏൽപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്വം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. അങ്ങയുടെ സ്വഭാവത്തിന് തുരിതം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് വേണാടുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഹോദരരെ, നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുകയും ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 49-ാം അധ്യായം 8 മുതൽ 12 വരെയും 28 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ ശ്രദ്ധിക്കണമേ. യൂദാ, നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും. നിന്റെ പിതാവിന്റെ പുത്രന്മാർ നിന്റെ മുമ്പിൽ കുമ്പിടും. യൂദാ ഒരു സിംഹക്കുട്ടിയാണ്, എന്റെ മകനെ നീ ഇടയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെ പോലെയും സിംഹിയെ പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദയായെ വിട്ടുപോവുകയില്ല. അതിന്റെ അവകാശം വന്നു ചേരും വരെ അധികാരം കൊണ്ട് അവന്റെ സന്തതികളിൽ നിന്ന് നീങ്ങി പോവുകയില്ല. ജനതകൾ അവനെ അനുസരിക്കും. അവൻ തന്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും. തന്റെ ഉടുപ്പ് വീഞ്ഞിലും വേലയ്ക്ക് മുന്തിരിച്ചാറിലും കഴുകും. അവന്റെ കണ്ണുകൾ വീഞ്ഞിനേക്കാൾ ചുവന്നും പല്ലുകൾ പാലിനേക്കാൾ വെളുത്തുമിരിക്കും. നീരുറയ്ക്കരികെ നിൽക്കുന്ന ഫലസമൃദ്ധമായ വൃക്ഷമാണ് ജോസഫ്. അതിന്റെ ശാഖകൾ മതിലിന് മീതെ പടർന്നു നിൽക്കുന്നു. വില്ലാളികൾ അവനെ കഠിനമായി വേദനിപ്പിച്ചു. അവർ അവന് നേരെ അമ്പെയ്യുകയും അവനെ ഞെരിക്കുകയും ചെയ്തു. എന്നാൽ അവന്റെ വില്ല് ഉറച്ചു നിന്നു. യാക്കോബിന്റെ ശക്തനായ ദൈവം, ഇസ്രായേലിന്റെ പാറയായ ഇടയൻ, തന്റെ കൈകൊണ്ട് അവന്റെ കൈകളെ ശക്തിപ്പെടുത്തി. നിന്റെ പിതാവിന്റെ ദൈവം എനിക്ക് തുണയായിരിക്കും. സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും. മുകളിലുള്ള ആകാശത്തിന്റെയും കീഴിലുള്ള ആകാശത്തിന്റെയും
നിന്റെ പിതാവിന്റെ അനുഗ്രഹങ്ങൾ നിത്യപർവ്വതങ്ങളുടെ ഔദാര്യത്തെക്കാളും ശാശ്വതഗിരികളുടെ അനുഗ്രഹത്തെക്കാളും ശക്തങ്ങളാണ്. അവ ജോസഫിന്റെ ശിരസിൽ തന്റെ സഹോദരങ്ങളിൽ നിന്ന് വേർപെട്ടിരുന്നവന്റെ മൂർധാവിൽ വർഷിക്കപ്പെടട്ടെ. വിചാരിതനായി നിങ്ങളോട് ഞാൻ പറയുകയാണ്, വിചാരിതരുടെ അപസ്തോലൻ എന്ന നിലയ്ക്ക് എന്റെ ശുശ്രൂഷയെ ഞാൻ പ്രശംസിക്കുന്നു. അതുവഴി എന്റെ കൂട്ടരായ യഹൂദരെ അസൂയാകുലരാക്കാനും അങ്ങനെ അവരിൽ കുറെ പേരെയെങ്കിലും രക്ഷിക്കാനും എനിക്ക് ഇടയാകുമല്ലോ. എന്തുകൊണ്ടെന്നാൽ അവരുടെ തിരസ്കാരം ലോകത്തിന്റെ അനുരഞ്ജനമായെങ്കിൽ അവരുടെ സ്വീകാരം മൃതരിൽ നിന്നുള്ള
അത് ശരി തന്നെ. അവരുടെ അവിശ്വാസ നിമിത്തം അവർ വിച്ഛേദിക്കപ്പെട്ടു. എന്നാൽ നീ വിശ്വാസം വഴി ഉറച്ചു നിൽക്കുന്നു. ആകയാൽ അഹങ്കാരം വെടിഞ്ഞ് ഭയത്തോട് വർത്തിക്കുക. എന്തെന്നാൽ സ്വാഭാവിക സാധനങ്ങളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ദൈവത്തിന്റെ കൃപയാൽ നിന്നാൽ നിന്നോട് അവിടുന്ന് കാരുണ്യം കാണിക്കും. അല്ലെങ്കിൽ നീയും മുറിച്ചു നീക്കപ്പെടും. തങ്ങളുടെ അവിശ്വാസത്തിൽ തുടരാത്ത പക്ഷം അവരും ഒട്ടിച്ചു ചേർക്കപ്പെടും. അവരെ വീണ്ടും ഒട്ടിച്ചു ചേർക്കാൻ ദൈവത്തിന് കഴിയും. വനത്തിലെ ഒലിവ് മരത്തിൽ നിന്ന് നീ മുറിച്ചെടുക്കപ്പെട്ടു. കൃഷിസ്ഥലത്തെ നല്ല ഒലിവിന്മേൽ പ്രകൃതി സഹജമല്ലാത്ത വിധം ഒട്ടിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ സ്വാഭാവിക ശാഖകൾ അവയുടെ താഴ്ത്തത്തിൽ വീണ്ടും ഒട്ടിക്കപ്പെടുക എത്രയോ യുക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
അവൻ ചെയ്ത വിസ്മയകരമായ പ്രവൃത്തികളെയും ദാവീദിന്റെ പുത്രൻ ഹോസാന എന്ന് ഉദ്ഘോഷിച്ച് ദേവാലയത്തിൽ ആർപ്പോടിക്കുന്ന കുട്ടികളെയും കണ്ടപ്പോൾ പ്രധാന പുരോഹിതന്മാരും നിയമത്തിനും രോഷാകുലരായി. അവർ അവനോട് പറഞ്ഞു, ഇവരെന്താണ് പറയുന്നതെന്ന് നീ കേൾക്കുന്നില്ലേ? യേശു പ്രതിവചിച്ചു, ഉപശിശുക്കളുടെയും മുലകുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതിയൊരുക്കിയെന്ന് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലേ? അനന്തരം അവൻ അവരെ വിട്ട് നഗരത്തിൽ നിന്ന് പ്രധാനിയായിലേക്ക് പോയി അവിടെ താമസിച്ചു. പുറത്ത് കുറച്ച് തണുപ്പുണ്ട്, ചെറിയ മഴയുണ്ട്. വന്നിരിക്കുന്നവരൊന്നും വീട്ടിലേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ പുറത്ത് നിൽക്കുന്നവർക്ക് പണിയാളത്തേക്ക് കയറാൻ തണുപ്പാണല്ലോ. അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്നവർക്ക് ബാൽക്കണിയിലേക്ക് കയറാൻ കുറച്ച് സമയം കൂടി നന്നായിരിക്കും. സ്നേഹമുള്ള സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പല സ്ഥലങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്, പല വിശുദ്ധ സ്ഥലങ്ങളിലും പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്, പല വിശുദ്ധന്മാരെ കബറടക്കിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അന്നൊന്നും തോന്നാത്തൊരു പേടി ഇന്ന് പ്രസംഗിക്കാൻ എനിക്കുണ്ട്. കാരണം നിങ്ങളെ കണ്ടതുകൊണ്ടല്ല, ഈ സ്ഥലമാണ് പ്രശ്നം. ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ കർത്താവ് കടന്നുപോയ വഴിയിലൂടെ, അവൻ പ്രസംഗിച്ച് കടന്നുപോയ ഗ്രാമങ്ങളിലൂടെ കടന്നുപോയ ഈ പ്രസംഗിച്ചു പോയ സ്ഥലത്ത് നിന്ന് ഞാനൊരു പ്രസംഗം പറയുമ്പോൾ അത് അധിക പ്രസംഗമാകുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ടൊരു വലിയ ഭയമുണ്ട്. സത്യസന്ധമായി പറയുന്നൊരു കാര്യം ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോഴൊക്കെ എന്ത് ധൈര്യം കൊണ്ടാണ് എനിക്ക് പ്രസംഗിക്കാൻ പറ്റുക എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ബലഹീനത ആദ്യമേ തന്നെ നിങ്ങളോട് പങ്കുവെച്ച് കുറച്ച് ചിന്തകൾ നമുക്ക് വിചിന്തനം ചെയ്യാം. 2017 ഞാൻ റോമിലെത്തുന്നത്. മാർപ്പാപ്പയെ കാണാൻ പഠിക്കാനായിട്ടാണ് റോമിലെത്തുന്നത്. ചെന്ന വർഷം ചെന്ന ആദ്യ മാസങ്ങളിൽ തന്നെ നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറ്റാലിയൻ ഭാഷ പഠിക്കാമെന്നല്ല, മാർപ്പാപ്പയെ കാണണം, നേരിട്ട് കാണണം. ഈ മാർപ്പാപ്പയെ നേരിട്ട് കാണാൻ റോമിൽ ഉണ്ടാവില്ല. അപ്പൊ മാർപ്പാപ്പ എല്ലാ ബുധനാഴ്ചയും ഒരു പബ്ലിക് ഓഡിയൻസ് ഉണ്ട്. അതാണ് ആദ്യ ചാൻസ് നമുക്ക്. ഈ ആദ്യ ചാൻസ് നമ്മൾ ഈ ബുധനാഴ്ചയിൽ രാവിലെ 6 മണി തൊട്ട് സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ ആദ്യം ചെക്കിങ് അതൊക്കെ കഴിഞ്ഞ് ജനം മുഴുവൻ തിങ്ങി വരും. ആദ്യം നിൽക്കുന്നവർക്കാണ്, ഈ സൈഡിൽ നിൽക്കുന്നവർക്കാണ് മാർപ്പാപ്പയെ വണ്ടി കടന്നു പോകുമ്പോൾ കാണാനുള്ളൊരു അവസരം. എല്ലാവരും രാവിലെ 6 മണി 7 മണിയാകുമ്പോഴേക്കും സ്ക്വയറിലെത്തി സൈഡിലുള്ള സീറ്റ് പിടിക്കും. ഫ്രണ്ടിലൊന്നും ആർക്കും പോകേണ്ട ആവശ്യമില്ല. കാരണം ഫ്രണ്ടിൽ പോയിരുന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് കിട്ടുന്നുള്ളൂ. മാർപ്പാപ്പ കടന്നു പോകുന്ന വഴിയിലൂടെ ഇത്രയും അടുത്ത് നിന്ന് കാണാൻ പോലും പറ്റാത്ത അവസ്ഥ. എനിക്ക് മുമ്പ് റോമിൽ പോയി അച്ഛൻ കൂടിയിട്ട് ടിക്കറ്റ് ഒക്കെ എടുത്ത് മാർപ്പാപ്പയെ കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ പോയി. യാത്രയൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഞങ്ങൾ 7-8 മണിയൊക്കെയായി. ഞങ്ങൾ തിരക്കി ഞങ്ങൾക്ക് ആ സൈഡ് സീറ്റ് ഒന്നും കിട്ടിയില്ല. കുറേ അകലെ ഞങ്ങൾ ഈ മാർപ്പാപ്പ കടന്നു വരുമ്പോൾ ഇങ്ങനെ കൈയൊക്കെ കാണിച്ച് സൈഡിൽ കുടിക്കും. ഞങ്ങൾ വളരെ അകലെയായി. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നോക്കുന്നത്, ഒരു ഫോട്ടോ എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ആർക്കായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ കൂടെ വന്ന അച്ഛൻ പറഞ്ഞു, എന്തായാലും നമുക്ക് അടുത്ത് കാണാൻ പറ്റില്ല, ഒരു കാര്യം ചെയ്തു, ഫ്രാൻസിസ്കോ എന്ന് ഉറക്കം വിളിച്ചോളാം. എത്ര നിലവിളിക്കാൻ പറ്റുന്ന അത്രയും നിലവിളിച്ചോളാം. ആ നല്ല സൗണ്ട് കേൾക്കുന്നതിനനുസരിച്ചിരിക്കും മാർപ്പാപ്പ സൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഉറപ്പും ആ ഒരു മനസ്സിൽ വെച്ചിട്ട് അവിടെ ചെന്ന് മാർപ്പാപ്പ നോക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിട്ട് നിൽക്കണം. ആ സൈഡിലേക്കാണ് നമ്മുടെ സൈഡ്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്കോ ഇങ്ങോട്ടാണ് ആൾ നോക്കി ആശീർവാദം കൊടുക്കണം. ഞങ്ങൾ ഇവിടെ ഞങ്ങളൊക്കെ ഫ്രാൻസിസ്കോ എന്ന് വിളിച്ച് ഇങ്ങനെ 2-3 തവണ വിളിച്ചു. അപ്പോഴാണ് വിളി കേട്ടിട്ട് ആളുകൾ കഴിയുന്നത്. ആ ഒരു സംഭവം നമ്മുടെ വിളി കേട്ട് ഒരാള് നോക്കുന്നത് കാണുമ്പോൾ, അത് പരിശുദ്ധ പിതാവ് നോക്കുമ്പോൾ വലിയൊരു സന്തോഷം മനസ്സ് നിറഞ്ഞു. ഒരു നിലവിളിക്ക്
ഒരു നോട്ടം കിട്ടി എന്നുള്ളത് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. അപ്പോൾ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആദ്യം കണ്ട ഒരു അനുഭവം ഇങ്ങനെയാണ്. ഉറക്കെ നിലവിളിച്ചപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഞങ്ങൾ നോക്കി ഞങ്ങൾക്ക് ആശീർവാദങ്ങളുടെ കൊടിയൊക്കെ കാണിച്ച് മാർപ്പാപ്പ ആശീർവാദം തന്നു. അതൊരു വലിയൊരു അനുഭവമായി മനസ്സിലുണ്ട്. ഇന്ന് അവസാനകാലം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു നിലവിളി ശബ്ദം ഈ ജെറുസലേം വീതിയിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. സുവിശേഷത്തിൽ ആവർത്തിച്ച് കേൾക്കുന്ന വാക്കാണ് ആർപ്പുവിളി, നിലവിളി, ഉച്ചത്തിൽ വിളിച്ചു. ഇവർ വിളിച്ചത് മുഴുവൻ യേശുവിനെയാണ്. യേശുവിന്റെ നോട്ടം, അത് കഴിഞ്ഞ് അവർ പറഞ്ഞ വാക്ക് ഹോസാന, യേശുവേ കർത്താവേ ഞങ്ങളെ രക്ഷിക്കണം. നിലവിളിക്കുക, നിലവിളിച്ചവന് കർത്താവ് ഉത്തരം നൽകുന്നു. കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള വലിയൊരു പ്രാർത്ഥന. ഇതാണ് ഹോസാന ന്യായത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള സന്ദേശം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇംഗ്ലീഷ് പരിഭാഷയിൽ മലയാളത്തിൽ ആർത്ത് വിളിക്കുക എന്നുള്ളതാണ് നമ്മൾ വായിച്ചു കേട്ടത്. ആർത്ത് വിളിച്ച് ഉച്ചത്തിൽ വിളിച്ചു എന്നാണ്. ഇംഗ്ലീഷിൽ പറയുന്നത് ക്രൈ ഔട്ട് എന്നാണ്. കരഞ്ഞു വിളിക്കുക. ഈശോ കടന്നു പോകുമ്പോൾ കരഞ്ഞു വിളിക്കുകയാണ് യേശുവിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട്. ശ്രദ്ധ കിട്ടിയിട്ട് അവർ പറയുന്നത് ഹോസാന എന്നാണ്. കർത്താവെ കനിയണമേ, ഞങ്ങളെ രക്ഷിക്കണം. ഈ ഒരു പ്രാർത്ഥനയല്ലാതെ ഈ ഹോസാന ഞാനെ വേറെ ചിന്തിക്കാനൊന്നുമില്ല. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ, കൈയോട്ട് ചെയ്ത് ഉള്ളിനുള്ളിൽ നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാണ്. എന്തുകൊണ്ടാണ് ഈ ജെറുസലേം രീതിയിലെ ബാലന്മാരും ഈ സഹോദരി സഹോദരന്മാരും ഇത്രയും ഉച്ചത്തിൽ നിലവിളിക്കാനുള്ള ഒരു കാരണം? ഇന്നലെ നമ്മുടെ മലയാളി സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ പ്രസംഗിച്ച അച്ഛൻ അതിന് വിശദീകരണം പറഞ്ഞത് എന്തുകൊണ്ടാണ് അവർ ഇത്രയും ഉച്ചത്തിൽ നിലവിളിച്ചത്? തങ്ങളുടെ അന്തസ്സും പ്രത്യാശയും പുനഃസ്ഥാപിക്കാൻ, അല്ലെങ്കിൽ പുനഃസ്ഥാപിച്ചവനെ അവർക്ക് എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ കഴിയും? നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ധൈര്യം, നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പ്രത്യാശ, ഇതാ അത് പുനഃസ്ഥാപിക്കാൻ ഒരുവൻ വരുന്നു. അവൻ ഇതാ ഈ രീതിയിലൂടെ നടന്നു പോകുന്നു. അവന്റെ മുമ്പിൽ ഞാൻ നിലവിളിക്കും, കരഞ്ഞ് പ്രാർത്ഥിക്കും, ഉച്ചത്തിൽ ഹോസാന എന്ന് പറയും. വീണ്ടും വിശ്വസിക്കുവാനും വീണ്ടും പ്രത്യാശിക്കുവാനും എന്റെ പാപങ്ങൾക്ക് മോചനം നൽകുവാനും കഴിയുന്നവനും, ക്ഷമിക്കപ്പെട്ട അല്ലെങ്കിൽ നിരവധി വ്യക്തികളുടെ പാപങ്ങൾ ക്ഷമിച്ച അവന്റെ അല്ലെങ്കിൽ അവരുടെ പാപികളുടെ ആ സന്തോഷമാണ് യാത്രയെ വരുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിലവിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? കരഞ്ഞ് ഉച്ചത്തിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്? ഒറ്റ വാക്ക് മതി, ഹോസാന, കർത്താവേ ഞങ്ങളെ രക്ഷിക്കണം. ഇവർക്കറിയാമായിരുന്നു ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളും കഷ്ടപ്പാടുകളും നിരാശയും അതിനെ ശാശ്വതമായി ഞങ്ങളെ രക്ഷിക്കാൻ കഴിയുന്നവനാണ് ഈശോ. ഞാൻ മറ്റൊരു വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ എന്റെ കുടുംബാംഗങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിനേക്കാൾ 10 മടങ്ങ് ശക്തിയുള്ളവനാണ് എന്റെ അടുത്തേക്കൂടെ പോകുന്നത്. അതുകൊണ്ടാണ് അവർ ഹോസാന എന്ന് പറഞ്ഞത്. സുവിശേഷത്തിലും പഴയ നിയമത്തിലും ആയിട്ട്, പുതിയ നിയമത്തിലും പഴയ നിയമത്തിലായിട്ട് 200-ലധികം തവണ കർത്താവെ ഞങ്ങളെ സഹായിക്കണം എന്നുള്ള വലിയൊരു പ്രാർത്ഥന നമുക്ക് കേൾക്കാൻ പറ്റും. 200-ലധികം തവണ ഈ ഒരു വാക്ക് ക്രൈ ഔട്ട്, അല്ലെങ്കിൽ ക്രൈ ഔട്ട് ഫോർ ഹെൽപ്പ്, ആ സഹായത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? യേശുവിന് മാത്രമാണ് ശാശ്വതമായ രക്ഷ നമുക്ക് നൽകാനായിട്ട് സാധിക്കും. ഈ നിലവിളിക്ക് 4 സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ നിലവിളി പ്രാർത്ഥനയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉത്തരം നൽകാനായിട്ട് സാധിക്കും. ജെറുസലേം വീതിയിൽ അവർ ചെയ്തതുപോലെ ആദ്യം ഒന്നാമതായി ദൈവത്തിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുക.
കർത്താവിലേക്ക് തിരിഞ്ഞ് നമ്മൾ വിളിക്കണം, ഹോസാന എന്ന്. കർത്താവെ, ഞങ്ങളെ രക്ഷിക്കണം. എൻ്റെ കയ്യിൽ നിൽക്കുന്നതെല്ലാം എൻ്റെ ജീവിതം, എൻ്റെ പ്രാരാബ്ദങ്ങൾ, എൻ്റെ വേദനകൾ, സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ എല്ലാം എൻ്റെ കൈകളിൽ ഒതുങ്ങി നിൽക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സഹായിച്ച് എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നതല്ല. അത് നിനക്ക് മാത്രമേ കഴിയുള്ളൂ. ദൈവത്തിലേക്ക് തിരിയണം. ഹോസാന പാടിയ അവർ കർത്താവിലേക്ക് തിരിഞ്ഞാണ് ഹോസാന പാടിയത്. സങ്കീർത്തന പുസ്തകത്തിൽ 124 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ നാമത്തിലാണ്. 128 സങ്കീർത്തനം പരിചയില്ല. കർത്താവിന്റെ നാമത്തിലാണ് എന്റെ സഹായം. അപ്പോൾ അവനിലേക്ക് നമ്മൾ തിരിയണം. രണ്ടാമതായി പരാതികൾ, അപേക്ഷകൾ നമ്മൾ യേശുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക. അവർ പറഞ്ഞു ഹോസാന ഒറ്റ വാക്യം. നമ്മൾ വീണ്ടും 118 സങ്കീർത്തനത്തിൽ 28 വാക്യത്തിൽ വീണ്ടും കേൾക്കുന്നുണ്ട്, നീതിമാൻ സഹായത്തിന് വിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവനെ സകലവിധ കഷ്ടതകളിൽ നിന്നും ഞാൻ രക്ഷിക്കും. പ്രിയമുള്ളവരെ, ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തീർത്തും പാലിക്കുന്നവരാണ്. കുർബാനയ്ക്ക് വരുമ്പോൾ നമുക്ക് കുറെ പരാതികൾ പറയാനുണ്ട്, കുറെ അപേക്ഷകൾ പറയാനുണ്ട്, കുറെ യാചനകൾ പറയാനുണ്ട്. പക്ഷെ നമ്മൾ ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ മാത്രം നിൽക്കുകയാണ്. മൂന്നാമതായി ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്, അവനെ വിശ്വസിക്കണം. അവനെ വിശ്വസിക്കാതെ എൻ്റെ നൊമ്പരങ്ങളും വേദനകളും അത് പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിയുന്ന കർത്താവാണെന്ന് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ നിലവിളിക്ക് യാതൊരു അർത്ഥവുമില്ല. നാലാമതായി ഹൃദയശുദ്ധിയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റുള്ളവർ പറഞ്ഞു കേട്ട് നമ്മൾ പ്രാർത്ഥിക്കാതെ അല്ലെങ്കിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കാതെ നമ്മൾ സത്യസന്ധമായി നമ്മുടെ ഹൃദയത്തിൽ വരുന്ന പരിപൂർണമായ ഒരു ശുദ്ധിയോടുകൂടി നിലവിളിച്ച് നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ആർപ്പ് വിളിക്കണം, അല്ലെങ്കിൽ നിലവിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ നമ്മുടെ സിറോമലബാർ കുർബാനയിലെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കുർബാന സ്വീകരണത്തിന് മുമ്പ് വൈദികൻ ഒരു പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. ജ്വലിക്കുന്ന അതരങ്ങൾ കൊണ്ട് സ്തോത്രം ആലപിക്കണം. നമുക്കറിയാം, നമ്മുടെ കുർബാന പുസ്തകം സുറിയാനി ഭാഷയിലാണ് എഴുതിയത്. ഈ ജ്വലിക്കുന്ന അതരം എങ്ങനെയാണ് അതുകൂടി പറഞ്ഞ് നമുക്ക് നമ്മുടെ സുവിശേഷ സന്ദേശം അവസാനിപ്പിക്കും. അതരം ജ്വലിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നാവ് ജ്വലിക്കുക, അതരം എന്ന് പറഞ്ഞാൽ നാവ്. കുറച്ചുകൂടി പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നാവ് ജ്വലിക്കുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത്. അതൊരു ഉത്തരമാണ്. എന്തെങ്കിലും ഈ സുറിയാനി ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്തപ്പോൾ പച്ച പഴയ മലയാളത്തിലേക്ക് നമ്മൾ തർജ്ജമ ചെയ്ത് വായിക്കുകയാണെങ്കിൽ ജ്വലിക്കുന്ന അതരത്തിന് പകരം ഞാൻ ഇഷ്ടപ്പെടുന്ന പഴയ മലയാളത്തിലൊരു വാക്കും ഈ സുറിയാനി ഭാഷയോട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു മലയാളം വരുന്നത് തരിക്കുന്ന നാവ് കൊണ്ട് സ്തോത്രം ആലപിക്കുമ്പോൾ എന്നാണ്. എനിക്കറിയില്ല നിങ്ങൾക്ക് തരിക്കുന്ന നാവ് എന്നുള്ള പ്രയോഗം നമുക്ക് കേട്ടിട്ടുണ്ടോ? ഈ തൃശ്ശൂർ ഭാഗത്തൊക്കെ പറയും, നാവ് തരിച്ചിട്ട് വയ്യ, എന്നോട് രണ്ടെണ്ണം പറയിപ്പിക്കും എന്ന് പറയും. പ്രത്യേകിച്ച് ഈ വീട്ടിൽ വഴക്കുണ്ടാകുമ്പോൾ പഴയ കാലത്ത് ഈ അമ്മായിനെയും മരുമകളും പഴയ അമ്മാമ്മമാരൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മാമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, നാവ് ധരിച്ചിട്ട് കഴിയുന്നു. നാവ് ധരിച്ചെന്ന് പറഞ്ഞാൽ ഇത് നാവിന് പുറത്തു പോകുന്നില്ലെങ്കിൽ അതിങ്ങനെ നാവിൽ നിൽക്കണം, അത്രയും ശക്തമായിട്ട് ധരിച്ചുകൊണ്ട് നിൽക്കണം. അതിന് പുറത്തു പോകാനാണ് സമാധാനമുള്ളത്. അപ്പൊ ധരിക്കുന്ന നാവ് കൊണ്ട് അല്ലെങ്കിൽ ധരിക്കുന്ന അതിനെ കൊണ്ട് സ്തോത്രം ആലോചിക്കുന്നു. നാവിൽ അത്രയും സ്പിരിറ്റാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്വർഗസ്ഥനായ പിതാവിനോട് പ്രാർത്ഥന പറയുന്നത്. ജ്വലിക്കുന്ന അതിനെ കൊണ്ട് അങ്ങനെ സ്തോത്രം ആലപിക്കുമ്പോൾ എന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന വൈദികം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നിലവിളി തരിപ്പുള്ള നിലവിളിയാണ്. നിങ്ങളുടെ നാവിൽ നിന്ന് കർത്താവിലേക്ക് ഉയരുന്ന ഹോസാന, കർത്താവെ രക്ഷിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന തരിപ്പുള്ള ജ്വലിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. വെറുതെ കർത്താവെ രക്ഷിക്കണമേ എന്നുള്ള
ഒരു ദീർഘശ്വാസം അല്ലെങ്കിൽ വളരെ ശാന്തമായ ഒരു പ്രാർത്ഥനയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഊർജ്ജം വേണം, ജ്വലനം വേണം, ധരിപ്പ് വേണം എന്നുള്ള പ്രാർത്ഥനകൾക്ക്. എങ്കിലാണ് കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നത്. ആയതിനാൽ നിങ്ങളുടെ വേദന വ്യക്തമാകട്ടെ, നിങ്ങളുടെ കഷ്ടപ്പാടുകൾ വ്യക്തമാകട്ടെ. ഒരൊറ്റ പ്രാർത്ഥന മതി ജീവിതത്തിൽ. അവസാന കർത്താവെ ഞങ്ങളെ രക്ഷിക്കണം. നമുക്കെല്ലാവർക്കും ഭക്തിയോടും സന്തോഷത്തോടും കൂടെ നിന്ന് വിനീതനായ അവസരങ്ങൾ പ്രവേശിച്ച് മിശിഹായെ ധ്യാനിച്ചുകൊണ്ട് ഓശാന പാടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറയാം. രക്ഷകനും നാഥനുമായ സകല ജനങ്ങളും അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന മിശിഹായെ, ഭൂമിയുടെ ദൈവസ്തുതികളാകുന്ന ഞങ്ങളെ സ്വർഗ്ഗത്തിൽ തന്നെ മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന മിശിഹായെ, കഴുതക്കുട്ടിയുടെ വൃദ്ധ ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വലിയതിന്റെയും വിളക്കിന്റെയും മാത്രം ഞങ്ങളെ പഠിപ്പിച്ച മിശിഹായെ, നിങ്ങളെ സ്തുതിഗീതങ്ങൾ സ്വീകരിച്ച് അവരെ അനുഗ്രഹിച്ച മിശിഹായെ, പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി തീർന്ന മിശിഹായെ, മിശിഹായെ സമ്പൂർണ്ണ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായെ, ഞങ്ങളുടെ സഭയുടെ പിതാവ് നല്ലവരുമായ പിതാവേ, ഞങ്ങളുടെ അവരുടെ സകല ശുശ്രൂഷകളെയും അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന മിശിഹായെ, ഞങ്ങളെല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന മിശിഹായെ, നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജാവായ മിശിഹായേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. നിന്റെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുവാനും മാനസാന്തരത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂമിയിൽ നിനക്ക് ഓശാന ഗീതികൾ ആലപിക്കുന്ന ഞങ്ങളെ നിത്യമഹത്വത്തിൽ പ്രവേശിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ.
സമാധാനത്തോടുകൂടെ പാത്രികീസ്മാരും മേധാവിശുദ്ധന്മാരും മെത്രാപ്പൊലീത്ത
പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹവിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ വേർപെട്ട എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വലിയ സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കുർബാനകൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് സകലത്തിന്റെയും കാരണഭൂതനും സ്രഷ്ടാവുമാകുന്നു. അഗ്രാഹ്യവും മഹോന്നതവുമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ ഏകജാതനായ കർത്താവ് ഈശോമിശിഹ തന്റെ മനുഷ്യ സ്വഭാവത്തിൽ പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ ചാരമായി നൽകുകയും ചെയ്തു. ഞങ്ങളെ യോഗ്യരാണെങ്കിലും പരിശുദ്ധവും സുദൃഢവുമായ ഈ രഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോടെ ഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ യോഗ്യരാക്കി. എന്റെ കർത്താവേ, ഞങ്ങളെ നിസ്സാരയും ദൗർബല്യവും അത് പരിഗണിക്കരുതേ. അങ്ങയുടെ ദയാലും കവിഞ്ഞൊഴുകുന്ന കാരുണ്യത്താലും പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് ഞങ്ങളെയും നിറയ്ക്കണമേ. ദുർബല മനസ്സാക്ഷിയോടെ തിരുവന്നാവ് നിൽക്കുവാനും സജീവവും പരിശുദ്ധവും സ്വീകാര്യവും രക്തരഹിതവുമായ ഈ വഴി കൃപയും കാരുണ്യവും കണ്ടെത്താൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമത്തിന്റെ കൃപയാലും കരുണയാലും ആദിമുതൽ അങ്ങേ പ്രസാദിച്ചിട്ടുള്ള എല്ലാവരോടും കൂടെ അങ്ങേക്കും ദിവസത്തിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട്. സഹോദരനെയും സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും ഉന്നതാപത്തോടെ വിശുദ്ധിയോടെ കൂടെ കർത്താവിനെ നന്ദി പറയുകയും അവിടെ അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ രക്ഷിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ പ്രദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സുഹൃത്തിലേക്ക് ഉയർത്തി നിശബ്ദനായ കൃതിയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. Stay
സ്വർഗീയ ഗണങ്ങളും സദാസ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനമായ വർദ്ധിക്കണം. പരമോന്നതനായ അങ്ങയെ പാടി സ്തുതിക്കുന്നു. തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും ഞങ്ങൾക്ക് നൽകിയ സകല വാഗ്ദാനങ്ങൾക്കുമായി അങ്ങയെ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മനുഷ്യരായ ഞങ്ങൾക്ക് അങ്ങയോട് രക്ഷിക്കുമെങ്കിൽ ഏകജാതനായ ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. അവിടുന്ന് സ്വർഗത്തിലുള്ളതിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോക സൃഷ്ടിക്കുമെന്ന് തന്നെ അങ്ങയുടെ കാലത്തിന്റെ നിലവിൽ അവിടുന്ന് തന്നെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തിയാക്കുകയും ചെയ്തു. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവനും അവിടുന്ന് വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസും മരിച്ചവരിൽ നിന്നുള്ള ജ്ഞാനമാകുന്നു. സകലത്തിന്റെയും പൂർത്തീകരണവും സകലവും പൂർത്തിയാക്കുന്നവരുമാണ് നൽകുന്നു. വിധിനായ പരിശുദ്ധ വഴി അവിടുന്ന് തന്നെ നിർമ്മലമായി ദൈവത്തിന് ബലിയർപ്പിക്കുകയും തന്റെ ശരീരത്തിന്റെ ഒരിക്കൽ മാത്രമുള്ള ഏർപ്പെടുത്താൻ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ സ്വർഗ്ഗത്തെയും ഭൂമിയെയും ബലപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമോട് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കാൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. തന്റെ വിശുദ്ധ സ്നേഹന്മാരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം ഈശോ പരിഗണനം ചെയ്തു. തന്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് ചെയ്തു.
പരിശുദ്ധവും ദൈവികവുമായ രഹസ്യം എളിയവരും ബലഹീനരും നിസ്സാരരുമായ ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയും സമാധാനത്തോടുകൂടെ കർത്താവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നാമമൂലം യോഗ്യരായിരുന്നിട്ടും അങ്ങ് കാരുണ്യത്താൽ ഞങ്ങളെ അങ്ങയിലേക്ക് അടുപ്പിക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ നവീകരിച്ച് വിശദീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനകവും ദൈവികവുമായ ഈ ശുശ്രൂഷ അങ്ങയുടെ മുൻപാകെ പരികർമ്മം ചെയ്യുന്നതിന് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായെ ഞങ്ങൾക്കെല്ലാവർക്കും കൈവന്ന മഹത്തായ രക്ഷ കൃതജ്ഞതാപൂർവ്വം ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് രഹസ്യമാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യവുമായ ബലി നുറുങ്ങിയ ഹൃദയത്തോടും വെളിയാത്മാവോടും കൂടെ അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ മുമ്പാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധവുമായ ബലി അങ്ങ് സമൂഹത്തിനായി കാലപൂർവ്വം ഇത് സ്വീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നും വസിക്കുവാനിടയാക്കണമേ. സത്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജറാർച്ച് ബിഷപ്പ് മാർ ഫെഡറിക് മെത്രാപ്പൊലീത്തായും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാപ്പിയ ബപ്തിസ്ത പത്രിയർക്കീസും മറ്റെല്ലാ മെത്രാന്മാരും പുരോഹിതരും സംശാലമാരും സമർപ്പിതന്മാരുമായ പ്രേക്ഷിതരന്തരം നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങയെ പ്രസാദിപ്പിക്കുന്നതിന് ഞങ്ങളുടെ പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിനും വേണ്ടി കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഇവിടെയും മറ്റെല്ലാ സ്ഥലങ്ങളിലുമുള്ള പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മക്കളെല്ലാവരും ജീവന രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ തിരുമുമ്പാകെയുള്ള ആരാധനയിൽ വളരുവാനിടയാക്കണമേ. പാപിയും അയോഗ്യനുമായ ഈ ദാസരെയും ഈ ബലിയിൽ പ്രത്യേകമായി വിസ്മരിക്കപ്പെടുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ കൃപയും ദയയും കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാലും ഭൂമിയുടെ ഫലങ്ങളും കാലാവസ്ഥകളെയും മത്സരത്തിന്റെ വിളവുകളെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, സത്യവിശ്വാസത്തോടെ ഈ ലോകത്തിൽ നിന്ന് മരിച്ചുപോയവർ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് സത്യത്തിന്റെ പിതാവായ ദൈവമെന്ന് എല്ലാ മനുഷ്യരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങനെ മുതൽ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിന്റെയും ശ്രേഷ്ഠമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്നും അറിയട്ടെ. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനമായ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലതും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിന്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവന്റെ ദാതാവുമാണെന്നും എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവേ, മർത്യമായ ശരീരത്തിനും അമർത്യമായ ആത്മാവിനും ഞങ്ങളുടെ പരിമിതരായ സഹോദരങ്ങൾ ചെയ്തുപോയ തെറ്റുകളും കുറ്റങ്ങളും അങ്ങയുടെ മുൻപാകെ അവർക്ക് വന്നുപോയിട്ടുള്ള വീഴ്ചകളും കൃപാപൂർവം മോചിക്കണമേ. എന്തുകൊണ്ടെന്നാൽ പാപം ചെയ്യാത്തവരും അങ്ങയുടെ പക്കൽ നിന്ന് കരുണയും മോചനവും ആവശ്യമില്ലാത്തവരുമായ ആരുമില്ല. അങ്ങ് കാരുണ്യമൂലം ഞങ്ങളിൽ സംപ്രീതനാകണമെന്ന് ഞങ്ങൾ യാചിക്കുകയും അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ആരാധ്യനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായ സ്തോത്രത്തിനും കാരുണ്യമൂലം
ദൈവത്തിന് ഈ കാസയോട് അധിവസിച്ച് ഇവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും ഭൗതികരിക്കുകയും ഉദ്ധിതാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങൾ പ്രവർത്തിക്കും. പാപങ്ങളുടെ മോചനത്തിനും ഉയർത്തിലുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മാവിന്റെയും ശരീരത്തിന്റെയും രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ. ദിവ്യകൽപ്പനകൾക്ക് അനുസൃതം വ്യാപരിച്ച് അങ്ങേ പ്രസാദിപ്പിച്ച എല്ലാവരോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ കർത്താവിശ്വസിക്കാരുടെ കൃപയാൽ ഞങ്ങളെ വരും യോഗ്യരാകട്ടെ.
സഹോദരത്തിന്റെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സഹോദരിനാഥനായ ദൈവത്തോട് കൃപയും പാവമോചനവും യാചിക്കുകയും ചെയ്യാം. Amen.
അവിടുത്തെ നാം എല്ലാവരും സമൃദ്ധമാകട്ടെ. ഈ ദിവസം മിശിഹായിലേക്ക് ഓശാനഗതികളായി മഹത്വപ്പെടുത്തി അവനെ പിതാവിനെ വസതികൾ ആരംഭിച്ചു. ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് കൃപാപൂർവ്വം ഞങ്ങളുടെ വംശത്തെ രക്ഷിച്ചവനായി മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സഹോദരനെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച് അവിടുത്തെ തിരുനാമത്തിന് നിങ്ങൾ നന്ദി പറയുകയും നാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഓരോരുത്തരും നേരുകയാണ്. ജലസ്നേഹവാദത്തിലേക്ക് രാജാവായി ഈശോ നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും രാജാവായി ആവട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടി ആഘോഷമായ ദീപലി അർപ്പിച്ച ജയനച്ചനും സന്ദേശം നൽകിയ പ്രത്യേകനും പ്രത്യേകമായിട്ട് നമ്മൾ പറയുകയാണ്. അതോടൊപ്പം തന്നെ
ഈ ആഴ്ചത്തെ തിരുക്കർമ്മങ്ങളുടെ വിവരങ്ങൾ അടുത്ത വിശുദ്ധ കുർബാനയുള്ള വ്യാഴാഴ്ച സഹായം രാത്രി 9:30 മണിക്ക് കൃത്യം 9:30 മണിക്ക് നമ്മൾ തിരുക്കർമ്മങ്ങളും വിശുദ്ധ കുർബാനയും ആരംഭിക്കും. കുർബാനയ്ക്ക് ഇടയിൽ കാലുകളിൽ ശുശ്രൂഷയുണ്ട്. കാല് കഴുകാനായിട്ടുള്ള 12 പേര് മുൻപോട്ട് വരണം എന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ കുർബാനയ്ക്ക് ശേഷം അപ്പം വീട്ടിൽ ശുശ്രൂഷയുണ്ട്. നമുക്കറിയാം എല്ലാ വർഷവും നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ നിന്നാണ് നമ്മൾ താമസിക്കുന്നതിനാണ് അപ്പം കൊണ്ടുവരുന്നത്. അത് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നിങ്ങൾ ഈ വർഷവും സഹകരിക്കണം, അപ്പം കൊണ്ടുവരണം, ആരും കൊണ്ടുവരണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ദുഃഖവെള്ളിയിലെ തിരുക്കർമ്മങ്ങൾ 2:30 മണിക്ക് ഗത്സമേൻ ബസിലിക്കയിൽ നമുക്കറിയാം. ഇന്നലെ നമ്മൾ കുർബാനയിലേക്ക് അപ്പുറത്ത് വലിയ ബസിലിക്കയുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ബസിലിക്കയിൽ വെച്ച് കൃത്യം 2:30 മണിക്ക് തിരുക്കർമ്മങ്ങൾ ആരംഭിക്കും. ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം കുരിശിന്റെ വഴിയും അതിനുശേഷം കഞ്ഞിയും ഉണ്ടായിരിക്കും. നമുക്ക് കഞ്ഞി തരാമെന്ന് സായേഷും അതോടൊപ്പം തന്നെ ഷിജോ ജോസുമാണ്. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം നമ്മൾ മാത്രമല്ല പുറത്തുനിന്നുള്ള പിന്വരും മറ്റുള്ളവരും കുറച്ച് കൊണ്ടുവരും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നേർച്ച പോലെ കൊടുക്കുക. സായേഷനും ഷിജോയും പ്രത്യേകമായിട്ട് മുമ്പോട്ട് വന്നതിന് നന്ദി പറയുകയാണ്. ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾ ശനിയാഴ്ച രാത്രി 9:30 മണിക്ക് ആയിരിക്കും. ഉയർത്തൽ തിരുക്കർമ്മങ്ങളും കുർബാനയും. രണ്ടാമത്തെ കുർബാന ഞായറാഴ്ച 2 മണിക്ക് ആയിരിക്കും. ഇന്ന് വ്യതിരിച്ച് ഞാൻ മോഹനയും കിട്ടാത്തതുണ്ടെങ്കിൽ അനുവാദത്തിൻ്റെ ബെഞ്ചിൽ മോദിയും ഒരു ഇന്ത്യയിലും വെച്ചിട്ടുണ്ട്. പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാവുന്നതാണ്. നമുക്ക് സമാധാനത്തോടുകൂടെ കർത്താവായ ദൈവമേ, മിശിഹായുടെ മരണവും ഉത്ഥാനവും അനുസ്മരിക്കുന്ന ഈ പരിഹാരങ്ങളിൽ പങ്കുചേരുവാനും ദിവ്യരഹസ്യങ്ങൾ സ്വീകരിക്കുവാനും ഇടയാക്കിയതിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത സമർപ്പണം വഴി തന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ജെറുസലേമിൽ പ്രവേശിച്ച കർത്താവേ, ഓശാന പാടിയതിനെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കിയതിന് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. എന്റെ രഹസ്യത്തിൽ പങ്കുചേർന്നവരായ ഞങ്ങൾ സ്വർഗീയ ജെറുസലേമിൽ എത്തിച്ചേർന്ന വിരാമത്തിനെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും.